ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഏതോ ഒരു ഐലാൻഡ് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു ഗ്രാൻഡ് പേയും ആളുടെ കൊച്ചുമോനും അവരങ്ങനെ പേടിച്ച് ആരെയോ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ കടൽ കാണിക്കും. കടലിലൂടെ വലിയൊരു കപ്പലില് ആ വില്ലത്തി സിസ്റ്ററും അവളുടെ അസിസ്റ്റൻസും അവരാണെങ്കിൽ കരയിലേക്ക് കടന്നു വരികയാണ്. ഗ്രാൻഡ് പേയും ആളുടെ ആൾക്കാരും അവളെ കാണേണ്ട താമസം എല്ലാവരും അവളുടെ മുൻപിൽ തല വണങ്ങി നിൽക്കുകയാണ്. അതിനുശേഷം ഒരുപാട് ഗോൾഡും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം അവൾക്ക് സമർപ്പിക്കുകയാണ്. അവളാണെങ്കിൽ ടെററായിട്ട് ആ അപ്പാപ്പനെ പിടിച്ചുയർത്തും. ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഇവിടേക്ക് വന്നത്. എനിക്കിപ്പോ ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഗോൾഡും പണമൊക്കെ അവളങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നിങ്ങൾ എൻ്റെ പപ്പ ആ മിസ്റ്റ് വില്ലേജുകാരുടെ അണ്ടറിലായതിനു ശേഷം ഞങ്ങളോട് ദ്രോഹം ചെയ്തു. അതിനാള് പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾ നിങ്ങൾക്കെതിരായി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അവൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. കേട്ട് കൺട്രോൾ പോയ അവളാണെങ്കിൽ അവളുടെ സ്ക്വാഡ് എടുത്ത് അപ്പാപ്പനെ ആഞ്ഞു വെട്ടുകയാണ്. എൻ്റെ പപ്പ ആ മിസ്റ്റ് വില്ലേജുകാരുടെ കയ്യിൽ അകപ്പെട്ടതിന് ശേഷം നിങ്ങൾ ആ മിസ്റ്റ് വില്ലേജുകാരുടെ കൂടെ ചേർന്നു അല്ലേ? അതോടൊപ്പം ചേർന്ന് നിങ്ങൾ ഞങ്ങളെ ഒറ്റിക്കൊടുക്കാനായി ശ്രമിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും ഞങ്ങളെ ചതിച്ചവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കും. ആ പയ്യനാണെങ്കിൽ സ്മാർട്ടായിട്ട് കപ്പലിന്റെ ജോലികളെല്ലാം വളരെ വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോ ചോദിക്കും, ഇനി ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ടോ? അതിനവനാണെങ്കിൽ ആ കപ്പലിനെ മൊത്തത്തിലൊന്ന് നോക്കും. വാട്ടർ പ്രൂഫിംഗ് വർക്ക് അത് ഏകദേശം കഴിഞ്ഞു. ഇനിയും ഒരു 1-2 ദിവസം കൂടെ അതുപോലെ തന്നെ വർക്ക് മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിട്ട് പോകാനായിട്ട് കഴിയും. അത് കേട്ട് ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം. 2 ദിവസം കഴിഞ്ഞ പാരൻസിനെയും സിസ്റ്ററിനെയും സ്വന്തം വില്ലേജും ഒക്കെ കാണാൻ കഴിയും എന്ന് കേട്ടപ്പോൾ ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് പറയും, സത്യത്തിൽ നിങ്ങളെ കണ്ടതാണ് ഞങ്ങളുടെ അനുഗ്രഹം. കറക്റ്റ് സമയത്ത് ഞങ്ങളെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അതിനുശേഷം ആ പയ്യനും ബൊറൂട്ടോയും അവരാണെങ്കിൽ കടൽക്കരയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതിനുശേഷം അവിടെയുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കൊക്കെ കഴിക്കും. അവനാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ഇതാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെല്ലാം ഞങ്ങൾ ഇതാണ് കൊടുക്കാറ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കപ്പലിലും ഈ ഒരു സ്നാക്സ് അത് ഞാൻ ധാരാളമായിട്ട് ഉണ്ടാക്കി വെക്കും. എല്ലാവർക്കും ആ കപ്പലിൽ ഞാൻ പ്രവേശനം കൊടുക്കും. എനിക്ക് ഒരുപാട് നാടുകളും ഐലാൻഡുകളും ആ ഒരു കപ്പലിൽ ചുറ്റി നടന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് സ്നാക്സ് കഴിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നൈറ്റ് നമ്മുടെ ആൾക്കാരും അവിടെ ഉള്ളവരും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ പ്രിസണേഴ്സ് അവരങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ശോകമായിട്ടിരിക്കുകയാണ്. ഈ ഒരു മിഷൻ അത് 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രിസണിലേക്ക് തന്നെ പോകും. അതിനാൽ ലേഡി പ്രിസണർ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഈ ഒരു മിഷനോട് കൂടെ നമ്മുടെ ശിക്ഷയിൽ ഒരല്പം ഇളവ് കിട്ടാതിരിക്കില്ല. ഒരു നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളുടെ സിറ്റുവേഷൻസ് അവന് നന്നായിട്ട് അറിയാം. പേപ്പർ വർക്ക്സ് ഒക്കെ അവൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. നമുക്ക് ഉറപ്പായിട്ടും ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും റെസ്റ്റ് ചെയ്യും. ഓരോരോ ഭാഗത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഉറക്കത്തിലും സ്നാക്സിന് വേണ്ടി ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ പയ്യൻ അവനാണെങ്കിൽ രാവൊന്നും പകലൊന്നും ഇല്ലാതെ ആ ഒരു കപ്പലിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ വില്ലത്തി സിസ്റ്റർ അവൾ അവിടേക്ക് കടന്നു വരും. അവളെ കാണേണ്ട താമസം അവൻ ഷോക്കായി, ഓ സിസ്റ്റർ, നീ എന്നെ തേടി ഇവിടേക്ക് എത്തിയോ? അതിനവള് പറയും, പപ്പ തിരിച്ചു വന്നത് നീ അറിഞ്ഞില്ലേ? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. എന്റെ പവർ അതിപ്പോ നമുക്ക് ആവശ്യമാണെന്ന് പറയും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ അവനും അവന്റെ സിബ്ലിങ്സും പപ്പയും അവരെല്ലാവരും അവരുടെ കോട്ട അങ്ങനെ അടക്കി ഭരിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് മഴയും അതുപോലെ തന്നെ കാറ്റും വീശി അടിക്കുകയാണ്. ഇക്കട പയ്യനാണെങ്കിൽ പേടിച്ചങ്ങനെ മാറി നിൽക്കും. അടുത്ത നിമിഷം അവന്റെ ബ്രദേഴ്സ് എല്ലാവരും ചേർന്ന് അവനെ അവന്റെ ഫാദറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഫാദർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ പവർ അത് നീ കാണിക്കണം. ഇനിയും ഇങ്ങനെ വിഡ്ഢിയെ പോലെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ കടലിലേക്ക് വലിച്ചെറിയും. പയ്യനാണെങ്കിൽ ഇപ്പോ ആ വെള്ളത്തിലൂടെ താഴേക്ക് പോവാണ്. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഇക്കട പയ്യന്റെ യാതൊരു അനക്കവും ഇല്ല. അടുത്ത നിമിഷം വലിയൊരു സുനാമി ക്രിയേറ്റ് ചെയ്ത് ഇക്കട പയ്യന്റെ പവർ അത് ഇടിമിന്നൽ പോലെ പുറത്തേക്ക് വരികയാണ്. ഇക്കട പയ്യനാണെങ്കിൽ പുറത്തേക്ക് വന്ന് അടിച്ചു വീഴും. അവന് ചുറ്റും അവന്റെ പവറിൽ ഒരുപാട് പേര് വീഴും. പയ്യന്റെ പവർ കണ്ട് എല്ലാവരും ഷോക്കാവുകയാണ്. ഉടനെ ആ ഫാദർ വില്ലൻ ആളാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് പറയും, ഇപ്പോഴാണ് ശരിക്കും എൻ്റെ മകനായി തീർന്നത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ആ സിസ്റ്റർ വില്ലത്തി ആണെങ്കിൽ അവനോട് പറയും, യഥാർത്ഥത്തിൽ ഞങ്ങൾ കഴിഞ്ഞൊക്കെ പവർ അത് നിനക്കാണ്. നമ്മുടെ ക്ലാന്റെ തന്നെ അഭിമാനം അത് നീയാണ്. നീ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പലതും നമുക്ക് കീഴടക്കാനായിട്ട് കഴിയും. സോ എത്രയും വേഗം നീ എന്നോടൊപ്പം വരണം. ഇക്കടെയാണെങ്കിൽ തീർത്തു പറയും, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും നിങ്ങളോടൊപ്പം വരില്ല. എനിക്ക് തെറ്റ് ചെയ്യാനും മറ്റുള്ളവരെ കൊല്ലാനും ദ്രോഹിക്കാനും ഒന്നും ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ക്ലാനും ഫാമിലിയും ഒക്കെ ഉപേക്ഷിച്ച്
ഉപേക്ഷിച്ച് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ്. ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എൻ്റെ വഴി. ദയവ് ചെയ്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. അവളാണെങ്കിൽ ഓടി വന്ന് അവൻ്റെ കഴുത്തങ്ങനെ ഞെരിക്കുകയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കും. 5 വർഷം വെള്ളത്തിന്റെ ഒരു കണിക പോലും കാണാതെ എല്ലാവരും, നമ്മുടെ ക്ലാനിലുള്ള എല്ലാവരും ഒളിച്ച് ഒരു ഭാഗത്താണ് ജീവിച്ചത്. എന്നിട്ടും നിനക്കതിൽ യാതൊരു വിഷമവും ഇല്ല. നമ്മുടെ പുതിയ മിഷനിൽ അതിൽ നീ വന്നേ പറ്റൂന്ന് പറഞ്ഞ് അവളവനെ തൂക്കിയെടുത്ത് വലിച്ചു ദൂരേക്കെറിയും. അവളാണെങ്കിൽ ഫുൾ കലിപ്പിൽ അവനോട് തീർത്തു പറയും, അടുത്ത ദിവസം തീർച്ചയായിട്ടും ഞാൻ നിന്റെ അടുത്തേക്ക് എത്തും. അന്ന് നീ എന്നോടൊപ്പം വരാൻ തയ്യാറായിരിക്കണം. അതല്ല ഇവിടെ തന്നെ മുൻപോട്ടേക്ക് പോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. നിന്നെ മാത്രമല്ല, നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഫേസൊക്കെ കവർ ചെയ്ത് അവിടെ നടന്നു പോവാണ്. പക്ഷെ അടുത്ത നിമിഷം ക്രോസ് ചെയ്ത് ബൊറൂട്ടോ അവിടേക്ക് വരികയാണ്. അവൾ ഒരു സെക്കൻഡ് ബൊറൂട്ടോയെ തന്നെ നോക്കും. അവന്റെ തലയിലെ ആ ഹെഡ് ബാൻഡ് അത് കാണുമ്പോൾ അവൾ തിരിച്ചറിയും ലീഫ് വില്ലേജിലെ ഷിനോബിയാണ് ബൊറൂട്ടോ എന്ന്. മാത്രമല്ല അവളുടെ ബ്രദറുമായിട്ട് ഫൈറ്റ് ചെയ്ത് കപ്പൽ തകർത്തത് അത് ഇവരാണെന്ന്, അതിലൊരാളാണ് ഇവനെന്ന്. അവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ഫേസൊക്കെ കവർ ചെയ്ത് അവിടുന്ന് അങ്ങനെ നടന്നു പോകും. ബൊറൂട്ടോ അല്പസമയം അവളെ തന്നെ നോക്കി നിന്ന് ഇപ്പോ ആ പയ്യന്റെ അടുത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ കാര്യം തിരക്കും. എന്തു പറ്റി, എന്താ ഉണ്ടായേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കവാക്കി. അവനാണെങ്കിൽ ദൂരത്തായിട്ട് കടലിന്റെ തിരയൊക്കെ എണ്ണി എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് അയവിറക്കി ഇരിക്കുകയാണ്. ഉടനെ കാഗുറ അവനിപ്പോ അവന്റെ അടുത്തേക്ക് വരും. കാഗുറയാണെങ്കിൽ കവാക്കിയോട് ചോദിക്കും, സത്യത്തിൽ നീ ലീഫ് വില്ലേജിലെ ഒരു ഷിനോബി തന്നെയാണോ? അതിന് കവാക്കി ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അല്പനേരം സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവനോട് ചോദിക്കും, നിനക്ക് നല്ല സ്കില്ലൊക്കെ ഉണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് വെറൊരു വാർഡനായിട്ട് മാത്രം നീ ഈ വില്ലേജിൽ തുടരണേ? അതിനവൻ പറയും, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. നീ എൻ്റെ ഫ്രണ്ട്സ് ആ പ്രിസണേഴ്സിനെ കണ്ടില്ലേ? ഒരു കാലത്ത് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു, ഒരു വലിയ ടീമിൻ്റെ മെമ്പേഴ്സ്. അതിലെ മെയിൻ ലീഡർ എന്നെ യൂസ് ചെയ്ത് ഒരുപാട് ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അവൻ്റെ ഒരു പപ്പടായി നിന്നുകൊണ്ട് ഒരുപാട് പേരെ ഞാൻ കൊന്നു തള്ളി. പിന്നീട് ബൊറൂട്ടോ അവൻ എൻ്റെ ലൈഫിലേക്ക് വന്നു. സത്യത്തിൽ ബൊറൂട്ടോ ആണ് എന്നെ മാറ്റി മറിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് പുതിയൊരു ലൈഫ് തന്നെ അവൻ ഉണ്ടാക്കി തന്നു. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഈ ലൈഫിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അവരും എന്നെപ്പോലെ തെറ്റൊക്കെ തിരുത്തി ഈ ശിക്ഷയിൽ നിന്ന് പുറത്തു വരും. ഇതിനെല്ലാം എനിക്ക് നന്ദി പറയാനുള്ളത് ഒരേ ഒരാളോടാണ്, അത് മറ്റാരോടും അല്ല, ബൊറൂട്ടോയോട്. അത് കേട്ട് കവാക്കി അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പോൾ കറക്റ്റ് സമയത്ത് സാറട അവൾ അവിടേക്ക് ഓടി വന്ന് ഒരു സ്ക്രോള് കാഗുറയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവനാണെങ്കിൽ ആ സ്ക്രോളുമായി തിരികെ റൂമിലേക്ക് എത്തും. അവൻ ആ സ്ക്രോൾ ഓപ്പൺ ചെയ്ത് വായിക്കും. അതിൽ മറ്റൊന്നുമല്ല, അവൻ അപ്ലൈ ചെയ്ത ആ പ്രിസണേഴ്സിന്റെ ശിക്ഷ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷന്റെ റിസൾട്ടാണ്. അതിൽ മിസുകാഗ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മിസുകാഗയാണെങ്കിൽ കാഗുറയുടെ റിക്വസ്റ്റ് പ്രകാരം 3 വർഷം അവരുടെ ശിക്ഷ അത് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നായിരിക്കും ഉണ്ടാവുക. കാഗുറയ്ക്കാണെങ്കിൽ അത് കേട്ടൊരു അല്പം വിഷമം തോന്നും. കാരണം വളരെ കുറച്ച് വർഷം മാത്രമാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലോങ് ഷോട്ടിലായി പ്രിസൺ ലേഡി ഇബിച്ചിക്ക് അവൾ ഈ കാര്യം കേട്ട് ടെൻഷനായി അവിടുന്ന് അങ്ങനെ കടന്ന് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വരും. ഇവിടെ കാഗുറ പറയും, ഞാൻ ഒരിക്കൽ കൂടെ ശിക്ഷ കുറയ്ക്കാനായിട്ട് അപ്ലൈ ചെയ്യും. തീർച്ചയായിട്ടും മിസുകാഗ അവരുടെ ശിക്ഷ അത് കുറെ കൂടെ കുറയ്ക്കും. അതേസമയം ഐബിച്ചിക്ക് ലേഡി അവളാണെങ്കിൽ അവൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാണ്. ഇനിയും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ പ്രതീക്ഷകൾ അതെല്ലാം തന്നെ അസ്തമിക്കുകയാണ്. വെറും 3 വർഷം മാത്രമാണ് അവർ റെഡ്യൂസ് ചെയ്തത്. എന്നെ കൊണ്ട് പറ്റില്ല വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കാൻ. ഇപ്പോൾ ഓൾറെഡി കാഗുറയ്ക്ക് നമ്മുടെ മേലെ നല്ല വിശ്വാസമുണ്ട്. ഈ വിശ്വാസം എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. നമ്മുടെ ബോഡിയിൽ ആ കേഴ്സ് മാർക്ക് അത് ന്യൂട്രലൈസ് ചെയ്യാൻ ഒരേ ഒരു വഴി കാഗുറയെ കൊല്ലുക എന്നതാണ്. അവനെ കൊന്ന് നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് അവർ 3 പേരും ചേർന്ന് ഇപ്പൊ കാര്യമായിട്ട് ചിന്തിക്കും. ഉടനെ ആ പ്രിസൺ ലേഡി ആണെങ്കിൽ കാഗുറ അവളുടെ ലൈഫ് രക്ഷിച്ച ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുകയാണ്. അതിനുശേഷം അവൾ ഇബിച്ചിക്കയോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതൊക്കെ ചെയ്യാൻ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാനിതിന് സഹകരിക്കില്ല എന്ന് പറയും. അതിന് ഇബിച്ചിക്ക് അവൾ ടെററായിട്ട് ചിരിച്ച്, ഓക്കെ കുഴപ്പമില്ല, ആരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് പറയും. കട്ട് ചെയ്ത ആ സിസ്റ്റർ വില്ലത്തിയെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെ ആൾക്കാരോട് പറയും, എൻ്റെ ബ്രദറിനെ അവനെ ഞാൻ കണ്ടു, അവനോടൊപ്പം ആ ലീഫ് ഷിനോബികളും ഉണ്ട്, അവർ നമുക്ക് എല്ലാം കൊണ്ടും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. സോ എത്രയും വേഗം നമുക്ക് ഇന്ന് തന്നെ അവരെ നശിപ്പിക്കണം. അതിനവളുടെ ആൾക്കാരും ഓക്കെ പറയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത
ആ ഇബിച്ചിക്ക് അവളെ കാണിക്കും. അവളാണെങ്കിൽ നൈറ്റ് ഉറങ്ങാതെ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവളാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ സ്ട്രെയിറ്റ് ആയി കാഗുറയുടെ റൂമിലേക്ക് വരും. അതിനുശേഷം അവളുടെ നീഡിൽ പവർ ഉപയോഗിച്ച് അവനെ വരിഞ്ഞു മുറുക്കാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവളുടെ പുറകിൽ നിന്ന് കാഗുറ ലൈറ്റ് ഇടും. കാഗുറയാണെങ്കിൽ ഷോക്കായി അവളെ തന്നെ നോക്കും. ഞാൻ പ്രതീക്ഷിച്ചത് റിയൽ വില്ലന്മാരെയാണ്, പക്ഷേ നീ എന്നോട് ഇപ്രകാരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അതിനവള് പറയും, ഞങ്ങൾക്ക് ആകെ നീ കുറച്ചു തന്ന ശിക്ഷ അത് 3 വർഷമാണ്. ഞങ്ങൾ സത്യത്തിൽ ചതിക്കപ്പെടുകയായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ ആ ജയിലിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞ് ആ വിൻഡോ തകർത്ത് പുറത്തേക്ക് ഓടുകയാണ്. കാഗുറയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവളെ തന്നെ നോക്കും. അവളാണെങ്കിൽ ആ കടൽ തീരത്തെത്തി മുൻപോട്ടേക്ക് നോക്കും. അപ്പോൾ അവള് കാണും ഒരു ജയന്റ് കപ്പല് അത് തീരം ലക്ഷ്യമാക്കി വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.